ഒരാൾ നിങ്ങളുടെ മനസ്സ് വായിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ച കാര്യം അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവരുടെ മനോഭാവങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. അതെല്ലാം അത്ഭുത ശക്തിയാണോ? അതോ മാജിക്കാണോ? അതോ മനുഷ്യൻ കണ്ടെത്തിയ ശാസ്ത്രം ആണോ? ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് വളരെ കൗതുകവും വിവാദപരവുമായ രഹസ്യങ്ങൾ നിറഞ്ഞതായ ഒരു ലോകത്തേക്കാണ്. മെന്റലിസത്തിന്റെ ലോകം. മെന്റലിസം എന്താണ്? അത് എവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്? ഇതിന്റെ പിന്നിലെ സൈക്കോളജി എന്താണ്? പാരാസൈക്കോളജിയുമായുള്ള ഇതിനുള്ള ബന്ധം എന്താണ്? യഥാർത്ഥ ജീവിത സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ ശാസ്ത്രം എത്രത്തോളമുണ്ട്? മിഥ്യയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർത്തി എവിടെയാണ്? ഇവയെല്ലാം വ്യക്തമായി മനസ്സിലാക്കാം. മെന്റലിസം എന്നത് സാധാരണയായി മനുഷ്യ മനസ്സിനെ വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഭാവി പ്രവചിക്കുന്നത് പോലെ, ഒരാളുടെ ചിന്തകൾ മനസ്സിലാക്കുന്നത് പോലെ, തീരുമാനങ്ങൾ മുൻകൂട്ടി അറിയുന്നത് പോലെ തോന്നിക്കുന്ന കലാപരമായ അവതരണ രീതിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മെന്റലിസം അത്ഭുത ശക്തിയല്ല എന്ന് മെജോറിറ്റി ഓഫ് മെന്റലിസ്റ്റുകളും പറയുന്നു. മനുഷ്യരുടെ ശ്രദ്ധ എങ്ങനെ പ്രവർത്തിക്കുന്നു, ശരീര ഭാഷ എങ്ങനെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നു, ആളുകൾ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു, എങ്ങനെ അവർ സ്വാധീനിക്കപ്പെടുന്നു എന്നതിന്റെ പഠനവും അവതരണവുമാണ് മെന്റലിസത്തിന്റെ അടിസ്ഥാനം. പലപ്പോഴും സ്റ്റേജ് ഷോകളിൽ മെന്റലിസ്റ്റുകൾ പ്രേക്ഷകരുടെ മനസ്സിലുള്ള സംഖ്യകൾ, വാക്കുകൾ, ഓർമ്മകൾ എന്നിവ കണ്ടെത്തുന്നത് പോലെ കാണിക്കും. എന്നാൽ അതിന്റെ പിന്നിൽ സൂക്ഷ്മ നിരീക്ഷണം, സൈക്കോളജി, തെറ്റിദ്ധരിപ്പിക്കൽ എന്നിവയെല്ലാം ഉണ്ട്. മെന്റലിസം ആരാണ് കണ്ടുപിടിച്ചതെന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു പേര് പറയുവാൻ കഴിയുകയില്ല. കാരണം ഇതൊറ്റ വ്യക്തി കണ്ടുപിടിച്ച ആശയം അല്ല. പുരാതന സംസ്കാരങ്ങളിൽ തന്നെ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന രീതികൾ ഉണ്ടായിരുന്നു. പുരാതന ഈജിപ്ത് സംസ്കാരത്തിലും ഗ്രീക്ക് സംസ്കാരത്തിലും പ്രവചനങ്ങളും ആത്മീയ പ്രകടനങ്ങളും മനസ്സ് സ്വാധീനിക്കുന്ന രീതികളും നിലനിന്നിരുന്നു. പുരാതന ഇന്ത്യയിലും യോഗ, ധ്യാനം, മനസ്സിന്റെ ഏകാഗ്രത എന്നിവയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ മനുഷ്യ മനസ്സിന്റെ കഴിവുകളെക്കുറിച്ചുള്ള ചർച്ചകൾ വഴിയൊരുക്കി. എന്നാൽ ആധുനിക മെന്റലിസം പ്രധാനമായും 19-20 നൂറ്റാണ്ടുകളിലെ സ്റ്റേജ് പെർഫോമൻസിൽ നിന്നാണ് ഉണ്ടായത്. മെന്റലിസത്തിന്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ മാജിക്കും ഇല്യൂഷനും മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ ചില ആളുകൾ തങ്ങൾക്ക് അത്ഭുത ശക്തിയുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു. അവർ ആത്മാക്കളുമായി സംസാരിക്കുന്നു എന്നും പറയുന്നു. ഭാവി പ്രവചിക്കുന്നതായും അവർ അവകാശപ്പെട്ടിരുന്നു അന്ന്. പിന്നീട് ഇതിൽ ചിലത് സ്റ്റേജ് എന്റർടൈൻമെന്റ് ആയി മാറി. ആളുകളുടെ ശ്രദ്ധ ഒരു ദിശയിലേക്ക് തിരിച്ച് മറ്റൊരു കാര്യത്തെ മറച്ചു വെക്കുന്ന മിസ് ഡയറക്ഷൻ എന്ന സാങ്കേതിക വിദ്യ മെന്റലിസത്തിന്റെ പ്രധാന ഭാഗമായി. ആധുനിക മെന്റലിസത്തെ ജനപ്രിയമാക്കിയവരിൽ ചില സ്റ്റേജ് കലാകാരന്മാർക്ക് പ്രധാന പങ്കുണ്ട്. ചിലർ സൈക്കോളജി, ബോഡി ലാംഗ്വേജ്, മൈക്രോ എക്സ്പ്രഷൻ എന്നിവ പഠിച്ച് അതിനെ അത്ഭുതമായി അവതരിപ്പിച്ചു. മനുഷ്യർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നിരീക്ഷിക്കുന്ന കഴിവ് മെന്റലിസത്തിന്റെ നിർണായകമാണ്. ഈ മെന്റലിസത്തിന്റെ പിന്നിലെ ശാസ്ത്രം യഥാർത്ഥത്തിൽ എന്താണ്? ബ്രെയിൻ പലപ്പോഴും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. പല തീരുമാനങ്ങളും നമുക്ക് ബോധപൂർവം നിയന്ത്രിക്കാനും കഴിയുന്നില്ല. മനുഷ്യ മസ്തിഷ്കം പാറ്റേണുകൾ കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്നു. ചിലപ്പോൾ ബന്ധമില്ലാത്ത കാര്യങ്ങൾ തമ്മിലും ബന്ധം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. ഇതിനെ സൈക്കോളജിയിൽ റെക്കഗ്നീഷൻ എന്ന് പറയുന്നു. മെന്റലിസ്റ്റുകൾ ഇത് പ്രയോജനപ്പെടുത്താറുണ്ട്. കോൾഡ് റീഡിംഗ് എന്നൊരു സാങ്കേതിക വിദ്യ മെന്റലിസത്തിന്റെ പ്രധാനമാണ്. ഒരാളുടെ വസ്ത്രധാരണം, ഫേസ് എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്, സംസാര രീതി എന്നിവ നിരീക്ഷിച്ച് ആ വ്യക്തിയെക്കുറിച്ച് സാധ്യമായുള്ള വിവരങ്ങൾ പറയുന്ന രീതിയാണ് ഇത്. ഇത് കേൾക്കുമ്പോൾ വ്യക്തിക്ക് മനസ്സ് വായിച്ചു എന്നാണ് തോന്നുന്നത്. ഹോട്ട് റീഡിംഗ് എന്നൊരു രീതി കൂടി മെന്റലിസത്തിന് ഉണ്ട്. മുൻകൂട്ടി വിവരങ്ങൾ ശേഖരിച്ച് പിന്നീട് അത് അത്ഭുത ശക്തി പോലെ അവതരിപ്പിക്കുന്നു. അതിലൂടെ ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ കൂടുതൽ എളുപ്പമായിട്ടുണ്ട്. സൈക്കോളജിയിലെ മറ്റൊരു പ്രധാന ആശയമാണ് കൺഫർമേഷൻസ് ബേസ്. മനുഷ്യർ തങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു.
തെറ്റായ പ്രവചനങ്ങൾ മറയ്ക്കുകയും ശരിയായവ മാത്രം ഓർമ്മിക്കുകയും ചെയ്യുന്നു. മെന്റലിസം അതിനെ യൂസ് ചെയ്യുന്നു. മനുഷ്യർ അറിയാതെ തന്നെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. കണ്ണുകളുടെ ചലനം, കൈകളുടെ സ്ഥാനം, ശബ്ദത്തിന്റെ മാറ്റം, ശരീരഭംഗി എന്നിവ പല വിവരങ്ങളും അവർക്ക് നൽകുന്നു. ചില മെന്റലിസ്റ്റുകൾ ഈ ചെറിയ സൂചനകൾ ശ്രദ്ധിച്ച് അത്ഭുതകരമായ ഫലങ്ങൾ പ്രവചിക്കുന്നു. പാരാസൈക്കോളജിയിൽ ശാസ്ത്രത്തിന് നിർവചിക്കുവാൻ കഴിയാത്ത പ്രതിഭാസങ്ങളെ പഠിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ചിലർ മെന്റലിസത്തിന് പിന്നിൽ മറ്റേതോ ശക്തികളുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകൾ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുമില്ല. മെന്റലിസവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സംഭവങ്ങളും കൗതുകകരമാണ്. ചരിത്രത്തിൽ ചില ആളുകൾ മനസ്സ് വായിക്കുവാൻ കഴിയുമെന്ന് അവകാശപ്പെട്ടു. ചിലർ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയരായെങ്കിലും വ്യക്തമായ തെളിവുകൾ ഇതിൽ നിന്നും ലഭിച്ചിട്ടും ഇല്ല. എന്നാൽ പ്രധാനമായ ഒരു കാര്യം ഓർക്കണം, എല്ലാ മെന്റലിസ്റ്റുകളും അത്ഭുത ശക്തി ഉള്ളവരല്ല. മെജോറിറ്റി ഓഫ് ആളുകളും ഇത് കലാപരമായ പ്രകടനമായി കാണുന്നു. ചിലർ മാത്രം ഇതിനെ അമാനുഷിക കഴിവുള്ളതായി അവതരിപ്പിക്കുന്നു. മെന്റലിസം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം മനുഷ്യ മനസ്സ് എത്ര സങ്കീർണവും അത്ഭുതകരവുമാണ് എന്നാണ്. നമ്മുടെ ശ്രദ്ധ, വിശ്വാസങ്ങൾ, ഓർമ്മകൾ, തീരുമാനങ്ങൾ ഇവയെല്ലാം നമ്മൾ കരുതുന്നതിലും കൂടുതലായി സ്വാധീനിക്കപ്പെടുന്നു.